ഏൽക്കാറട ഒന്ന് കാളിയാറ്, കോതയാറ്, തൊടുപുഴയാറ്, അങ്ങനെ 3 ആറ് വന്ന് ചേർന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ ആറ്. ആറാണ് ഈ കാണുന്നത്. നല്ല വീട് അടിപൊളിയാണ്. നല്ല വ്യൂ ആയിരിക്കും താഴത്തേക്ക്. ആ വീട്ടിൽ നിന്ന് ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ 2ാമത്തെ വീഡിയോ ആണ് ഗൈസ്. എൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. എനിക്ക് ഇതിലെന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. പുതിയൊരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പോരായ്മകളോ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മൂവാറ്റുപുഴ വാക്ക് മൂവാറ്റുപുഴ ആറ്. ബാക്കിലാണ് മൂവാറ്റുപുഴ ആറ്. മൂവാറ്റുപുഴ ആറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിവിടുന്ന് അപ്പുറത്തേക്ക് പോയി നോക്കാം. അവിടെ എങ്ങനെയാണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഹലോ ഗൈസ്, ഫുള്ള് വെള്ളം കയറി കിടക്കുന്ന അവിടെ കാണണമെന്നില്ല. അടച്ച് വെള്ളമാണ് അവിടെ. ഇങ്ങോട്ട് പോകണ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നമുക്ക് വലിയ പോയി നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കുക. ഇങ്ങോട്ട് പോയി നോക്കണോ? പോകണം അങ്ങോട്ട് പോകണ്ട. അവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുക. അവിടെ നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു താഴത്തേക്ക്. ഇന്നത്തെ കൂടെ മൊത്തം വെള്ളമല്ലായിരുന്നു. അല്ല, ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നല്ലേ? വെള്ളമല്ല, മൊത്തം ഏറ്റവും മുറി കൂടെ വെള്ളം. ആ നീന്തറിയാവോ? നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് വെള്ളമാണ്. വെള്ളം കയറി കിടക്കുക. അപ്പോൾ അങ്ങോട്ട് പോകണച്ച് ടാസ്ക്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് നടക്കാൻ വിചാരിക്കും. ബാക്കി ഇത്രേ ഉള്ളൂ. ഇതാണൊക്കെ വാക്കുകളാണ്. ഇത് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ സാധാരണ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ പറഞ്ഞാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇതിലൂടെ നടക്കണതാണ്. രാവിലെയൊക്കെ ആൾക്കാർ നടക്കാനായിട്ട് നടക്കുന്ന വഴിയാണ് വാക്കിങ്. അതിപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഫുള്ള് പ്രദേശം ഫുള്ള് വെള്ളമാണ്. ഇങ്ങോട്ടൊന്നും ആ ഭാഗത്തേക്കൊന്നും നടക്കാനേ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുവാണ്. ചേച്ചി ഫ്രണ്ടിൽ നിന്ന് നടക്കുന്നത്. നമുക്ക് അപ്പുറം സൈഡിലേക്ക് പോയി നോക്കാം. അവിടെ ചൂണ്ടിടുന്നുണ്ട്. നമുക്ക് ചൂണ്ടിടുന്ന ഒരു ചേട്ടൻ അവിടെ ചൂണ്ടുന്നുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. ചൂണ്ടിടുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് കഴിച്ച്. ഇവിടെ നടക്കാനേ പറ്റത്തില്ല. ഇവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. വലിയ വെള്ളമൊന്നുമില്ല, എന്നാലും ഈ ലെവലിൻ്റെ വെള്ളം കയറിയിട്ടുണ്ട്. പുഴ നല്ല താഴ്ചയുണ്ട്. ഈ പുഴയ്ക്ക് ശരിക്കും പുഴയ്ക്ക് നല്ല താഴ്ചയുണ്ട് ഇടിയിലേക്ക്. ആ പുഴയുടെ ഇതിൻ്റെ ഹൈറ്റിനകത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. അത്യാവശ്യം താഴ്ചയുള്ളൊരു പുഴയാണ്. മൂവാറ്റുപുഴ ആറാണ്. 3 ആറ് വന്ന് ചേരുന്നൊരു പുഴയാണിത്. ഏൽക്കാറട ഒന്ന് കാളിയാറ്, കോതയാറ്, തൊടുപുഴയാറ്, അങ്ങനെ 3 ആറ് വന്ന് ചേർന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ ആറ്. ആറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കാണുന്ന അമ്പലമാണ്. ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. ഇത് ഇവിടെയൊക്കെ
സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കും. സ്റ്റെപ്പിൽ ഫുള്ള് വെള്ളമാണ്, നമുക്ക് നമ്മുടെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ചടങ്ങാണ് താഴത്തേക്ക് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് മുക്കിയ പാൻറ് ഫുള്ള് തന്നെ. അത്യാവശ്യം നല്ല ആ വീട് അടിപൊളിയല്ലേ, അവിടെ നല്ല വ്യൂ ആയിരിക്കും താഴത്തേക്ക്. ആ വീട്ടിൽ പറഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും താഴത്തേക്ക്. രാവിലെ ഒരു ചായ കുടിച്ചതിന് മുകളിൽ കയറി ഇരിക്കാം, ഐസ് ആയിരിക്കൂലേ. ചായ കുടിച്ച് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഷോപ്പ് ചെയ്തോ. ഇതാണ് പുഴക്കരക്കാവ് ദേവി ക്ഷേത്രം. ഈ സ്ഥലത്തിൻ്റെ പേര് പുഴക്കരക്കാവെന്നാണ്. ഈ കാവിലെ പുഴയാണ് ഈ കാണുന്നത്, പുഴക്കരക്കാവ് ദേവി ക്ഷേത്രം. അതെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഗൈസ്. അപ്പോൾ ഞാൻ പുതിയൊരു വ്ളോഗറാണ്, വ്ളോഗർ എന്ന് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല കറക്റ്റ്. ഞാൻ ചെറിയൊരു വ്ളോഗറാണ്, തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ എന്ത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മൂവാറ്റുപുഴയാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു വാക്കുവേയാണ് ഇപ്പോൾ കാണിച്ചത്. ഇതുപോലെ തന്നെ എൻ്റെ ഓരോരോ വീടിൻ്റെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.